ഹായ് ഹലോ മൈസെൽഫ് മുഹമ്മദ് അഷ്ഫാഖ്. എല്ലാവർക്കും എൻട്രി എലവേറ്റ് കൊമേഴ്സിലെ മറ്റൊരു SAP ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹോൾഡിംഗ് ട്രാൻസാക്ഷൻ നമുക്ക് SAPയിൽ ചെയ്യാം എന്നുള്ളതാണ്. പാർക്കിംഗ് ആൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സോ അതിൽ പാർക്കിംഗ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. അത് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഓൾസോ നമുക്ക് SAPയിൽ ഇതുവരെയുള്ള കോൺഫിഗറേഷൻ, ട്രാൻസാക്ഷൻ, ലെഡ്ജർ ക്രിയേഷൻ അങ്ങനത്തെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും നമുക്ക് എൻട്രിയുടെ ചാനൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്, എൻട്രി എലവേറ്റ് കൊമേഴ്സിന്റെ. സോ അതിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും. ഇനി വേറെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടാൽ മതി, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, സോ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക് പറഞ്ഞതാണ് എന്താണ് ഹോൾഡിംഗ് എങ്ങനെ ചെയ്യാം അല്ലേ. സോ ഞാനിവിടെ SAP സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുക, നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് തന്നെ എന്താണ് ഹോൾഡിംഗ് എന്ന് പറയണ്ടേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർക്കിംഗ് എന്താണെന്ന് പറഞ്ഞു, ഹോൾഡിംഗ് എന്താണെന്ന് പറഞ്ഞില്ല. ഹോൾഡിംഗ് മീൻസ് ഞാനിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു ഡാറ്റ മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ എനിക്ക് അവിടെ എന്തെങ്കിലും ഡൗട്ട് വന്നു, ഇത് 20,000 എന്നുള്ളത് 20,000 ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ 50,000 എന്ന് പറയുന്നത് 15,000 ആണോ അതോ 50,000 ആണോ എന്നുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ശരിക്കുമുള്ള കമ്പനിയിലെല്ലാം നമുക്കിപ്പോൾ ട്രാൻസാക്ഷൻ അത് പോയി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് റിട്ടേൺ കയറി അങ്ങനെയുള്ള റിവേഴ്സ് എൻട്രി ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. സോ നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹോൾഡ് ചെയ്ത് വെക്കും. ഒരു ഡോക്യുമെന്റ് മീൻസ് ഒരു ട്രാൻസാക്ഷൻ ഞാൻ അവിടെ ചെയ്തിട്ട് എനിക്ക് അവിടെ അത് ഡൗട്ട് വന്ന് അല്ലെങ്കിൽ ഇഷ്യൂ വന്ന് എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട്, ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് അവിടെ ഫോളോ ചെയ്താൽ മതി. അത് അവിടെ ഡോക്യുമെന്റ് അവിടെ ഹോൾഡ് ആയിരുന്നോളും. ദെൻ നമുക്കത് ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് തിരിച്ചു വന്ന് ആ ഒരു ഡോക്യുമെന്റ് തന്നെ പിന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. സോ നമുക്കിവിടെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ അവിടെ നമുക്ക് ചെയ്യണം അല്ലേ. സോ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെ T കോഡ് എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഏതായിരുന്നു F-02. സോ /F-02 ഓപ്പൺ ചെയ്യാം. ദെൻ ഡേറ്റ് കൊടുക്കാം. ഇന്നത്തെ ഡേറ്റ് പോസ്റ്റിംഗ് 40 ആണ്. സോ ഞാനിവിടെ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് എന്നുള്ള ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹50,000. ദെൻ അവിടെ പർച്ചേസിന്റെ ജേണൽ എൻട്രി, അവിടെ വരുന്ന ജേണൽ എൻട്രി ആയിരിക്കും പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് എന്ന് പറയുന്നത്. സോ പർച്ചേസ് ആയിരിക്കും ഇവിടെ ഡെബിറ്റ് സൈഡിൽ വന്നത്. സോ ഫസ്റ്റത്തെ പേജിൽ പോസ്റ്റിംഗ് 40 വന്ന കാരണം ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ എൻട്രി കൊടുത്ത് എമൗണ്ടിന്റെ അവിടെ 50,000 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ബിസിനസ് ഏരിയ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാം. ദെൻ ടെക്സ്റ്റിന്റെ അവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഓക്കെ അല്ലേ. ദെൻ പോസ്റ്റിംഗ് ക്രെഡിറ്റിന്റെ ഏതായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ, ഏതായിരുന്നു 50 ആണ് പോസ്റ്റിംഗ് വന്നത്. ദെൻ അക്കൗണ്ടിന്റെ അവിടെ സെർച്ച് ബോക്സിൽ നിന്ന് ക്യാഷ് വെച്ചിട്ടല്ലേ ട്രാൻസാക്ഷൻ ചെയ്തത്. സോ ക്യാഷ് അക്കൗണ്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ. ദെൻ എൻട്രി കൊടുത്ത എമൗണ്ടിന്റെ അവിടെ സ്റ്റാർ, എമൗണ്ടിന്റെ അവിടെ സ്റ്റാർ, ദെൻ ടെക്സ്റ്റിന്റെ അവിടെ പ്ലസ്, ബിസിനസ് ഏരിയ ENT1. ഇതെന്തിനായിരുന്നു നമ്മൾ ചെയ്യുന്നത്, നമുക്ക് കഴിഞ്ഞ ഡെബിറ്റ് സൈഡിലെ പോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ സെയിം ആയിട്ട് ഇവിടെ എമൗണ്ടും ടെക്സ്റ്റും ബിസിനസ് ഏരിയ ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറും പ്ലസും കൊടുക്കുന്നത്. സോ നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഡെബിറ്റ് സൈഡിൽ കൊടുത്ത പോലെ തന്നെ സെയിം ആയിട്ട് ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ടും ടെക്സ്റ്റും വരാനായിട്ട് കൊടുത്തു. ജസ്റ്റ് എൻറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. ദെൻ ഇവിടുന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് നേരെ പോസ്റ്റ് ആകും മീൻസ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു ഇതാകും. സോ നമ്മളിവിടെ പറഞ്ഞു വന്നത് നമുക്കിപ്പോൾ പോസ്റ്റ് അല്ല ഹോൾഡ് അല്ലേ ചെയ്യണ്ടേ. സോ ഹോൾഡ് എങ്ങനെ ചെയ്യാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പ് എന്നുള്ളത് പാർക്കിംഗ് എടുത്തപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു എങ്ങനെയാണ് ഹോൾഡിങ്ങിന്റെ സ്റ്റെപ്പിലേക്ക് പോകുന്നത്, ഓർമ്മയുണ്ടോ? ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലേ. സോ ഈ മോർ ഓപ്ഷൻ എടുക്കുക. ഡോക്യുമെന്റിൽ ഹോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, പാർക്ക് ഇവിടെ ഉണ്ട്, ഹോൾഡും ഉണ്ട്. സോ ഈ ഹോൾഡുമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെന്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇനി ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ടെമ്പററി ആയിട്ട് ഒരു ഡോക്യുമെന്റ് നമ്പർ കൊടുക്കാൻ. അതായത് ഇപ്പോൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം, പക്ഷെ നിങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു നമ്പർ കൊടുത്തതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുമെന്ന് ചോദിക്കും. സോ ഞാനിവിടെ നമ്പർ ആയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു 100 എന്നും പറഞ്ഞ് ജസ്റ്റ് ഒരു രണ്ട് നമ്പർ കൊടുത്തു. അതൊന്ന് ഓർത്തിരുന്ന് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഏത് ട്രാൻസാക്ഷനാണ് ഏത് നമ്പർ കൊടുത്തതെന്നുള്ളത് റിമൈൻഡ് ചെയ്തിരിക്കുക. ദെൻ ഞാൻ അവിടെ കൊടുത്തിട്ട് ഇവിടെ ഹോൾഡ് ഡോക്യുമെന്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഹോൾഡ് ഡോക്യുമെന്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഡോക്യുമെന്റ് 100 വാസ് ഹെൽഡ് എന്നും പറഞ്ഞു വന്നു. സോ ഈ ട്രാൻസാക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ റിപ്പോർട്ടിലൊന്നും ഉണ്ടാവില്ല, കാരണം എന്താ, ഇതവിടെ ഹോൾഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഈ ഹോൾഡ് ഡോക്യുമെന്റിനെ നമ്മൾ ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് അതിനെ എന്ത് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം.
സോ ഇതെന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്കായിരിക്കും. പാർക്കിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ലോങ് ടൈമിലേക്കായിരിക്കും. അത് നമുക്ക് ചിലപ്പോൾ 1 വീക്കോ 1 മന്തോ ഒക്കെ പിടിക്കാം. പക്ഷെ പാർക്കിംഗ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് 1 ഡേയുടെ ഗ്യാപ്പിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഇനി ഞാനിവിടെ FB11 എന്ന് പറയുന്ന T കോഡ് ഉപയോഗിച്ചാണ് ഇപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ച ഡോക്യുമെന്റിനെ എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുന്നത് /n FB11 എന്ന് പറയുന്ന ആ ഒരു T കോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ച ഡോക്യുമെന്റ്സിലേക്ക് എനിക്ക് പോകാൻ പറ്റും. സോ ഇവിടെ എൻ്റെ യൂസർ ഐ ഡി വന്നേക്കുന്നത് അഷ്ഫാഖ് എന്നാണ്. ഞാനിപ്പോൾ SEBിലേക്ക് ലോഗിൻ ചെയ്തേക്കണ യൂസർ ഐ ഡി ആണ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നേക്കുന്നത്. ഞാൻ ഇവിടെ ടെമ്പററി ഡോക്യുമെന്റ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു നമ്പർ അവിടെ റാൻഡം ആയിട്ട് കൊടുത്തില്ലായിരുന്നു. ഞാൻ അവിടെ കൊടുത്തത് 100 ആയിരുന്നു. നിങ്ങൾ കൊടുത്തത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. സോ അതവിടെ കൊടുക്കാം. ജസ്റ്റ് 100 കൊടുക്കുക. ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പകുതിക്ക് വെച്ച് സേവ് ചെയ്ത് വെച്ച പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നുള്ള ഒരു ട്രാൻസാക്ഷൻ ഇവിടെ വരും. ഇവിടെ എമൗണ്ടിന്റെ അവിടെ 50,000 എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ പാർക്കിങ്ങിൽ ചെയ്ത പോലെ തന്നെ. ഓക്കെ, സോ ഞാനിവിടെ എമൗണ്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. 50,000 അല്ല 1500 ആയിരുന്നു, അതായത് 15,000 ആയിരുന്നു. സോ ഞാൻ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓരോ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 50,000 ആക്കി കൊടുത്തു. ദെൻ ബാക്കിലേക്ക് വരാം. പർച്ചേസ് അക്കൗണ്ട് 15,000 ആയി. സെയിം പോലെ തന്നെ ക്യാഷ് അക്കൗണ്ടും 15,000 ആയിട്ട് മാറ്റാം. ദെൻ ബാക്കിലേക്ക് വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോളേഴ്സ് കൊടുത്ത് സേവ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണോ, ടെക്സ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കണോ, ബിസിനസ് ഏരിയ ചേഞ്ച് ചെയ്ത് കൊടുക്കണോ, ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ ഇവിടെ കൺട്രോളേഴ്സ് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും, പോസ്റ്റ് ആയിക്കോളും. സോ ഇനി നമുക്ക് /n FBL3N പോയിട്ട് നമ്മുടെ ഡാറ്റ റിസൾട്ട് റിപ്പോർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തായിരിക്കും, ആ റിപ്പോർട്ട് അവിടെ കാണാൻ പറ്റും. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഇന്നത്തെ ഡേറ്റിൽ ചെയ്തെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ ഡോക്യുമെന്റ് 14 വാസ് പോസ്റ്റഡ് ഇൻ കമ്പനി കോഡ് ENT1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അവിടെ വേറെ ഹോൾഡിംഗ് ഡോക്യുമെന്റ്സ് ഒന്നുമില്ല. സോ നമുക്ക് അവിടെ ഹോൾഡിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡോക്യുമെന്റ് നമ്പർ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നെക്സ്റ്റ് ഉള്ളതിന്റെ നമ്പർ കൊടുക്കുക, ജസ്റ്റ് എൻ്റർ കൊടുക്കുക, ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ സേവ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയാണ് ഹോൾഡിംഗ് ചെയ്യുന്നത്. സോ നമ്മൾ പാർക്കിങ്ങും ഹോൾഡിങ്ങും പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് പഠിച്ചു, നോർമൽ GL ട്രാൻസാക്ഷൻ പഠിച്ചു, ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, കോൺഫിഗറേഷൻസിന്റെ കുറേ സ്റ്റെപ്സ് പഠിച്ചു. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ വന്നത്. സോ നമ്മുടെ എല്ലാ വീഡിയോസും ചാനലിൽ അവൈലബിൾ ആണ്. സോ ഇനി നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ദെൻ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.